എല്ലാവർക്കും പ്രത്യേകം വന്ദനം. ഏപ്രിൽ മാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും 2025 ഏപ്രിൽ മാസം എന്ന 4-ാം മാസത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവം വിശ്വസ്തൻ. കഴിഞ്ഞ 3 മാസം ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറി. പങ്കെടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ കൃപ ധാരാളമായിട്ടുണ്ടാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ 4-ാം മാസം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും വലിയ ഉയർച്ചകളും ഉണ്ടാകും. കർത്താവ് നമുക്ക് വേണ്ടി അത് കാത്തുവെച്ചിരിക്കുകയാണ്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ പുതിയ മാസം ആരും കാണാത്ത സമൃദ്ധി, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത ഉയർച്ചകൾ, പുതുവഴികൾ, തുറക്കലുകൾ എല്ലാം നിങ്ങൾ കാണും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എങ്ങനെ ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വെറുതെ വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞാണെങ്കിൽ കർത്താവ് ചെയ്യും. കർത്താവ് പറയുന്ന വാഗ്ദത്തങ്ങൾ കർത്താവാണ് നിവർത്തിക്കുന്നത്. അതായത് മാതാപിതാക്കൾക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ കുഞ്ഞുങ്ങൾക്കൊരു കാര്യം മേടിച്ചു കൊടുക്കാമെന്ന് വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ നമ്മളെ അവർ കിടത്തി ഉറക്കോ? ഇല്ല. 1, അവർ കിടത്തി ഉറക്കത്തില്ല. 2, നമുക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റും. ഇനി അവർ പറഞ്ഞില്ലേലും ഒരു 3-4 പ്രാവശ്യം അവർ ചോദിച്ചു, എന്നിട്ട് പറയും, ഓ പപ്പായെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെ അമ്മയെ വിശ്വസിക്കുന്നില്ല, അമ്മയൊക്കെ പറഞ്ഞാലും ചെയ്യില്ല. നമുക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. നമ്മൾ കടമെങ്കിലും മേടിച്ച് എങ്ങനെയെങ്കിലും ആ കാര്യം ചെയ്തു കൊടുക്കും. ഒരു വാക്ക് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. ഈ ലോകത്തിലെ ദോഷികളായ നിങ്ങൾ, യേശു അതാണ് പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം സ്വർഗസ്ഥനായ പിതാവ് കൊടുക്കും. അടുത്തത്, വാഗ്ദത്തങ്ങളുടെ കാര്യത്തിൽ പിതാവ് ഒരു കാര്യം പറഞ്ഞാൽ പിതാവ് അത് നിവർത്തിക്കും. അതാണ് നമ്മൾ യേശുവിലൂടെ കാണുന്ന വലിയ അനുഗ്രഹങ്ങൾ. പിതാവ് പറഞ്ഞതെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് പുത്രൻ ഭൂമിയിലോട്ട് വന്നത്. പിതാവിലുള്ള വെറും വിശ്വാസം കൊണ്ടാണ് പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ നിൽക്കുന്നത്. ആദിയിൽ വചനമായവനാണ്, എന്നാൽ അതെല്ലാം ഊരി മാറ്റിവെച്ചു. ആ പദവികളും അധികാരവും ശക്തിയെല്ലാം മാറ്റിവെച്ചിട്ട് വെറും മനുഷ്യനായി വന്നിട്ട് മനുഷ്യൻ പ്രാപിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മനുഷ്യൻ വിശ്വസിക്കുന്നത് പോലെ വചനം വിശ്വസിച്ചു. അവൻ വലിയ വിജയം കൊയ്തെടുത്തു. ഇതാണ് ബൈബിളിൻ്റെ കാതലായ സന്ദേശം. മനുഷ്യർ തോറ്റയിടത്ത് മനുഷ്യർക്ക് വേണ്ടി ദൈവത്വം മാറ്റിവെച്ച് മനുഷ്യനായി വന്ന് ശേഷം മനുഷ്യരിൽ ഒരാളായി ജീവിച്ചിട്ട് ശക്തനായ ദൈവപുത്രനായി ഉയർത്തെഴുന്നേറ്റ് ആമേ വീണ്ടും ജീവിക്കുന്നു. എന്തു ഭയങ്കര അത്ഭുതമാണല്ലേ! ബൈബിൾ ഒരു അത്ഭുതത്തിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മളും ഈ അത്ഭുതം കണ്ടിരിക്കും. അതായത് വാക്ക് പറഞ്ഞ ദൈവത്തിന് നമ്മെ വിട്ട്, നമ്മോടുള്ള വാക്കുകൾ വിട്ട് മാറാൻ കഴിയില്ല. പറഞ്ഞാൽ പാലിച്ചിരിക്കും. യേശു ക്രൂശിൽ എല്ലാം നിവർത്തിയായി എന്നാണ് പറഞ്ഞത്. അതായത് പിതാവ് തന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടോ അത് മുഴുവൻ നിവർത്തിയായി. ഇതുപോലെ നമ്മളും ഏറ്റുപറയണം, എന്നെക്കുറിച്ച് പറയുന്നതെല്ലാം എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അതതിൻ്റെ സമയത്ത് നിവർത്തിയാക്കും. നമുക്ക് വിശ്വസിക്കാം. ഈ പുതിയ മാസവും യേശു കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി യേശുവേ നീ ഓർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി
യേശുവേ നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോനും നീയേ നിന്റെ പ്രവർത്തികൾ അതിശയമേ സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോനും നീയേ നിന്റെ പ്രവർത്തികൾ അതിശയമേ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്റെ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി യേശുവേ അങ്ങയുടെ സൗമ്യതയാണ് ഞങ്ങളെ വലിയവരാക്കിയത് കർത്താവ് അങ്ങയുടെ സഹിഷ്ണുതയാണ് ഞങ്ങൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത് അങ്ങ് നല്ലവൻ ഞങ്ങൾക്ക് എന്നും പാടാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ എല്ലാ കാലത്തും ഞങ്ങൾക്ക് പാടാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ കർത്താവ് അങ്ങ് നല്ലവൻ അങ്ങ് യോഗ്യൻ അങ്ങ് മതിയായവൻ യേശുവേ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ ഓ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ യോഗ്യനേ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ യോഗ്യനേശുവേ യോഗ്യനേ
സൗമ്യത എന്നെ വലിയവനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ഇതിൻ്റെ ബാക്കി ചിന്തിക്കുകയാണ്. 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറ്റി 153 വലിയ മീൻ നിറഞ്ഞ വല കരക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിനകത്ത് ഇവരോട് മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടും യേശു തന്നെ പ്രാതൽ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുക്കി വെച്ചിരിക്കണം. നിങ്ങളെല്ലാം വന്ന് കഴിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ പിടിച്ച മീനുണ്ട്, എന്നാൽ അതിനേക്കാൾ പാകമായ മീൻ യേശുവിൻ്റെ കയ്യിലുണ്ട്. ഇവർക്ക് പിടിച്ച മീനേ ഉള്ളൂ. ഇനി അത് പല അനുഭവത്തിലൂടെ കയറി ഇറങ്ങി പോകണം. അത് ചാകണം, അതിൻ്റെ ചെതമ്പൽ പഠിക്കണം, അതിൻ്റെ കുടല് കളയണം, അതിൻ്റെ തല മാറണം, അതിൻ്റെ വാല് മാറണം, അതിനെ വരയണം, ഉപ്പും മുളകും ചേർക്കണം, കനലിൽ വെക്കണം, അത് വെന്ത് പാകമാകണം. എന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പാകമായത് അവർക്ക് ലഭിച്ചു. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് പാകമായത്, രുചിയുള്ളത്, പൂർണ്ണതയുള്ളത് എന്താണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് ലഭിക്കാനിടയായിത്തീർന്നു. ഇതുപോലെ നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പലതിനേക്കാളും, അത് കർത്താവ് തന്നു തന്നെയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള പലതിനേക്കാൾ മേത്തരമായത് കർത്താവിൻ്റെ അടുത്തോട്ട് അടുക്കും തോറും നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ ശബ്ദപരിധിയിൽ നിൽക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ മാറോടടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. അവിടെയാണ് വലിയ സമൃദ്ധികളെ നമ്മൾ കാണുന്നത്. അവിടെ മറ്റൊരു വാക്യം നമ്മൾ വായിക്കേണ്ടത് 11-ാം വാക്യം. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. കർത്താവ് എന്തെങ്കിലും തന്നാൽ ആ വല കീറി എല്ലാ മീനും കൂടി ചാടിപ്പോകില്ല. ഈ മീനിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ആ വഴി പോയി കളയും. ഇവരങ്ങനെയാണ്. എന്നാൽ അവിടെ ഇത്രയും മീൻ കയറിയിട്ടും വല കീറിയില്ല. എത്ര മീൻ കയറണമെന്ന് കർത്താവാണ് തീരുമാനിക്കുന്നത്. ഇതുപോലെ നമുക്കെന്തോരം പ്രാപ്തിയുണ്ടെന്ന് അറിയാവുന്നവൻ അറിയാം അവിടെ എത്രത്തോളം തരണമെന്ന്. അതിൻ്റെ മുകളിലേക്ക് കർത്താവ് നമ്മളുടെ കയ്യിലൊന്നും ഏൽപ്പിക്കില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല കീറില്ലെന്ന് അറിയാം. ചിലർ പറയും, എൻ്റെ പാസ്റ്ററെ, ഈ 3 പിള്ളേരെയും എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. ഒന്നിനെ വളർത്തി പഠിപ്പിച്ചപ്പോൾ തന്നെ ഇനി 2 എണ്ണത്തിനെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിയില്ല. ഒന്നിനു വേണ്ടി തന്നെ ലോൺ എടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. വല കീറുമോ? ഇല്ല. ദൈവം നിന്റെ പ്രാപ്തി അറിഞ്ഞിട്ടാണ് നിനക്ക് 3 എണ്ണത്തിനെ തന്നത്. ചിലർക്ക് 1 കൊടുത്തിട്ടുള്ളൂ, ചിലർക്ക് 2 പേരുണ്ട്. പഴയ കാലത്തൊക്കെ 9ഉം 10ഉം ഒക്കെ ഉണ്ടാവും. അവരുടെ പ്രാപ്തിക്കൊത്തവണ് ഇന്നും കൊണ്ടോട്ടോ അങ്ങനെ 5, 8, 10 ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളുള്ളവർ പല നാടുകളിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ മലയാളി സംസ്കാരത്തിൽ ഇപ്പോൾ അത് കാണുന്നില്ലെങ്കിലും ഇന്നലകളിലുണ്ടായിരുന്നു. ഇന്ന് വളരെ കുറവാണ്. എന്നാൽ പല രാജ്യങ്ങളിലുമുണ്ട്. പ്രാപ്തിക്കൊത്തവണ്ണം ദൈവം തരികയുള്ളൂ. ഓരോ കുഞ്ഞുങ്ങളെയും തരുന്നത് ദൈവം പ്രാപ്തിക്കൊത്തവണ്ണമാണ് തരുന്നത്. നിങ്ങൾക്ക് തോന്നും വല കീറുമോ, അയ്യോ എങ്ങനെ കല്യാണം കഴിക്കും, കല്യാണം കഴിച്ചാൽ ഭാര്യയും കൂടി നോക്കണ്ടേ, ഞാൻ തന്നെ ജാമ്യത്തിലാണ്, എനിക്ക് തന്നെ പെട്രോൾ അടിക്കാനായിട്ട് പൈസയില്ല, വണ്ടിക്ക് പെട്രോൾ അടിക്കാനില്ല, ഞാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ കല്യാണം കഴിച്ചാൽ. ദൈവം നിനക്കതിനുള്ള പ്രാപ്തി തന്നാൽ നിൻ്റെ ഭാര്യയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉള്ളത് ദൈവം തരും. വല കീറില്ല, അതിനുള്ള പ്രാപ്തി ദൈവം തരും. 153 വലിയ മീൻ കയറിയിട്ടും ഇതാ ആ വല അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതൊരു അത്ഭുതമാണ്. എന്തുകൊണ്ട് വല കീറിയില്ല?
നിനക്ക് തരുന്നതിനെ നിനക്ക് തന്നെ സൂക്ഷിക്കാൻ കർത്താവ് പ്രാപ്തി തരും. ഒന്നുകൂടി പറഞ്ഞാൽ, നിന്റെ വല കീറുന്ന ഒന്ന് കർത്താവ് ചെയ്യില്ല. നിന്റെ ജീവിതത്തിൽ ഉള്ളത് ഒഴുകിപ്പോകാൻ, ഉള്ളത് വെള്ളത്തിലേക്ക് ചാടിപ്പോകാൻ ദൈവം സമ്മതിക്കില്ല. നിനക്കുള്ളതിനെ കർത്താവ് സംരക്ഷിക്കും. നിന്റെ തലമുറകൾ അന്യാധീനപ്പെട്ടു പോകില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഗതികേട് വരില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് രോഗമുണ്ടാകും, എന്നാൽ അവരെന്ന് രോഗിയായിരിക്കില്ല. വല കീറിപ്പോകില്ല, അവർ സൗഖ്യമാകും. ഇന്ന് കടന്നു പോകുന്ന ഓരോ പരിശോധനയിലും ഓർക്കും ഇതോടെ വല കീറുമെന്ന്. ഇല്ല കുഞ്ഞെ, വല കീറില്ല. അത്ര വളരെ ഉണ്ടായിട്ടും, അത്രയും വളരെ പ്രശ്നങ്ങളുണ്ടായിട്ടും, അത്രയും വളരെ സങ്കടങ്ങളുണ്ടായിട്ടും ഞാൻ വിചാരിച്ചു വല കീറുമെന്ന്, ഇതോടുകൂടി കീറി എല്ലാം തീർന്നെന്ന്, എല്ലാം ഒഴുകിപ്പോകുമെന്ന്. ഇല്ല കുഞ്ഞെ, നിന്റെ വലക്കകത്ത് ഒരു സമൃദ്ധി ഉണ്ടെങ്കിൽ, ആ സമൃദ്ധിയെ ദൈവം തന്നതാണെങ്കിൽ അത് ഒഴുകിപ്പോകില്ല. പലരുടെയും ജീവിതത്തിൽ പലതും ഒഴുകിപ്പോയിട്ടുണ്ട്. അന്യായമായി സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നിലനിൽക്കില്ല. എന്നാൽ ദൈവം തരുന്നത് അതിൽ ഒന്നുപോലും നഷ്ടപ്പെടില്ല. ശീമോൻ പത്രോസിൻ്റെ വല കീറുമാറായി, പടക് മുങ്ങുമാറായി. പടക് മുങ്ങിയെന്നാണോ? അല്ല, വള്ളം മുങ്ങുമാറായി, വല കീറുമാറായി. എന്നാൽ കീറുന്നില്ല. ഇതുപോലെയാണ് വിശ്വാസ ജീവിതം. നമ്മൾ ഓർക്കും ഇതോടെ എല്ലാം കൂടി മുങ്ങിപ്പോകും. ഇല്ല, മുങ്ങില്ല. ദൈവം നിനക്ക് തന്നതിനെ അനുഭവിക്കാനുള്ള ആ കൃപയും കൂടി ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ദൈവം തന്നതാണെങ്കിൽ ആസ്വദിക്കും. കാലേബിനോട് ദൈവം പറഞ്ഞു, ഹെബ്രോൻ മല ഞാൻ നിനക്ക് തരും. എന്നാൽ പിന്നീട് 40ഓളം വർഷം വീണ്ടും താൻ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ കാലേബിനെ അറിയാം, ദൈവം പറഞ്ഞതാണെങ്കിൽ അത് അനുഭവിക്കാനുള്ള ആയുസ്സും തരും. ഇപ്പോൾ കാലേബ് പറയണം, എനിക്ക് വയസ്സ് 85ആയി. അന്ന് കൽപ്പിച്ച മല ദേ, ഈ മല എനിക്ക് താ. ഇവിടെ അനാക്കിയ മല്ലന്മാരുണ്ടെങ്കിലും ഞാൻ അതിനെ ദൈവം കൂടെയുള്ളത് കൊണ്ട് പോയി തോൽപ്പിക്കും. ദൈവം പറഞ്ഞതിനെയെല്ലാം അനുഭവിക്കാൻ ദൈവം കൃപ തരും. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണത്. ഇന്ന് കേൾക്കുന്ന പലരും ഇതെല്ലാം അറിവായിട്ടെടുക്കാതെ വിശ്വാസമാക്കി മാറ്റി. ഇത് ദൈവം എന്നോട് പറയുന്നതാണെന്ന് എല്ലാ ദിവസവും പറ, എല്ലാ ദൂതിനും അത് തന്നെ പറ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതിനനുസരിച്ചാണ് കാര്യങ്ങളെ കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഒരു കാര്യം, ഒരു ദൂത് കേട്ടാൽ ആ ദൂതിനെ അതിൻ്റെ വിലയിലെടുക്കുമ്പോഴാണ്. ഇത് പറയുന്നവരെക്കാൾ ഇത് ഏറ്റെടുക്കുന്നവരിലാണ് വ്യത്യാസം. കഴിഞ്ഞ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ചെന്നൈയിൽ നിന്ന് ഒരു അമ്മയും മകളും വന്നിരുന്നു. ആ സ്ത്രീ ഒരു വിശ്വാസിയാണ്. ഇതിനു മുമ്പ് നമ്മുടെ ചർച്ചിൽ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യത്തേക്ക്, ഒരു ദിവസത്തേക്ക്. എന്നാൽ ഈ പ്രാവശ്യം 3 ദിവസത്തേക്ക് വന്ന് 4-ാം ദിവസം ചർച്ചിലെ സൺഡേ സർവീസ് അറ്റൻഡ് ചെയ്ത് അവർ തിരിച്ചുപോയി. അവർ ആലപ്പുഴയിൽ വന്ന് ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം അമ്മയും മോളും കൂടി എടുത്ത് ചർച്ചിൽ വന്ന് വില മുടക്കി ആ പ്രാർത്ഥനയിൽ ഇരുന്ന് 4 ദിവസം പ്രാർത്ഥനയിൽ ഇരുന്ന് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 ലക്ഷം രൂപ അവർക്ക് ചിലവാണ്. അവർ പറയുന്നതെല്ലാം എഴുതിയെടുക്കുകയാണ്. അവർ ഒരു വലിയ അമേരിക്കൻ ബാങ്കിൻ്റെ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അത്രയും ഉയർന്ന ഒരു ഉദ്യോഗ തലത്തിലിരിക്കുന്ന ഈ വിലപ്പെട്ട സ്ത്രീ, അവർ ആ വചനം സാക്ഷാൽ വചനമായി ഏറ്റെടുക്കുമ്പോൾ അത് പറഞ്ഞ എന്നേക്കാൾ ഉപരി അവരനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാനത് പറഞ്ഞേ ഉള്ളൂ, അതെനിക്കൊരു കൃപ ദൈവം തന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ അവരതിനെ സ്വീകരിച്ചത് തക്ക സമയത്ത് പറയുന്ന വാക്കുകളെ അവർ സ്വീകരിച്ചത് വളരെ വില മുടക്കിയാണ്. അപ്പോൾ ഏത് നിലയിൽ നമുക്കതിനെ സ്വീകരിക്കാം? അതിനെ അശ്രദ്ധയോടെ ശ്രദ്ധിക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ടൊന്ന് ഏറ്റെടുക്കാം. എന്നാൽ വളരെ ബഹുമാനത്തോടെ സാക്ഷാൽ ദൈവവചനമായി യേശുവായിട്ട് ആ കേൾക്കുന്ന വാക്കുകളെ പിടിക്കാമെങ്കിൽ അതിൻ്റെ അനുഗ്രഹം വേറെയാണ്.
അപ്പോൾ കേൾക്കുന്നതിലല്ല കാര്യം, എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും കൂടി അതിൽ പ്രധാന കാര്യമാണ്. കേൾക്കുന്ന വചനം ഉപകാരമാക്കി മാറ്റാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്ന് ഒക്കെ കേൾക്കുന്ന ഈ വചനം, അതിനെ അങ്ങനെ തന്നെ പിടിക്കണം. ഈ പുതിയ ദിവസം മുതൽ അങ്ങനെ പിടിക്കണം. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ വചനത്തെ അതുപോലെ പിടിക്കും. DGS ദിനകരൻ 7ഓളം പ്രാവശ്യം ബൈബിൾ പഠിച്ചത് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, എപ്പോൾ ബൈബിൾ വായിക്കാനിരുന്നാൽ മുട്ടിന്മേൽ നിന്നുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്നത്. അങ്ങനെ 2 കാൽമുട്ടുകൾക്കും സർജറി ചെയ്യേണ്ടി വന്നു, അമേരിക്കയിൽ കൊണ്ടുപോയി. അതുപോലെ അങ്ങനെ മുട്ടിന്മേൽ തന്നെ നിന്നുകൊണ്ട് ബൈബിൾ വായിക്കണമെന്നുണ്ടോ? വെറുതെ കസേരയിൽ ചാരിയിരുന്ന് ബൈബിൾ വായിച്ചുകൂടെ? ഇല്ല. ആ വചനത്തെ സാക്ഷാൽ വചനമായി പിടിച്ചതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അപ്പോസ്തലനായിട്ട് അദ്ദേഹം മാറി. ജോർജ് മുള്ളർ 100 പ്രാവശ്യം ബൈബിൾ വായിച്ചു മുട്ടിന്മേൽ നിന്നുകൊണ്ട്. ലോക ചരിത്രത്തിലെ അത്ഭുതമായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ എങ്ങനെ പിടിക്കുന്നുവോ അതുപോലെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പറയുന്ന എന്നേക്കാൾ കേൾക്കുന്ന നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെ. ഇത് എന്നോടാണ്, ഇത് എനിക്ക് വേണ്ടിയാണ്, ഇത് എന്നോടാണ് പറയുന്നത്. എൻ്റെ വള്ളം മുങ്ങില്ല, എൻ്റെ വല കീറില്ല, എൻ്റെ സമൃദ്ധി ഒഴുകിപ്പോകില്ല എന്ന് നിങ്ങൾ ഈ വചനത്തിലെ വെളിപ്പാടുകളിൽ പറയുമെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവ് അതിനുള്ള കൃപ ഓരോ പ്രിയപ്പെട്ടവർക്കും നൽകിത്തരട്ടെ. അവിടെ നമ്മൾ വായിച്ചത് അതാണ്. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല, കീറുവാൻ അവൻ സമ്മതിക്കില്ല. നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന നന്മ വല്ല വഴിയിലൂടെ ഒഴുകിപ്പോകില്ല. അത് നിന്റെ മക്കളുടെ മക്കൾക്ക് വേണ്ടി കൂടി ദൈവം കരുതി തരുന്നത് അത് വെറുതെ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കില്ല. നിന്റെ നന്മകൾ, നിന്റെ ഉറവകൾ അന്യന്മാരുടെ ഭവനത്തിലേക്ക് ഒഴുകിപ്പോകരുത് എന്ന് ഒക്കെ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ഉറവകൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ സമൃദ്ധികൾ ദൈവം നമുക്ക് തന്നത് ഒഴുകിപ്പോകാൻ പാടില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്, അത് നമ്മുടെ തലമുറകൾ അനുഭവിക്കേണ്ടതാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വിലപ്പെട്ട ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. വിടുതലുകൾ അവരുടെ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ. ഉന്മേഷമുള്ള, ദീർഘായുസ്സുള്ള, ആരോഗ്യമുള്ള ശരീരത്തെ ഞാൻ ഇവർക്ക് വേണ്ടി ചോദിച്ചു വാങ്ങും. ബലവും കൃപയും പകരണം. സാമ്പത്തിക മേഖലകളിൽ വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ. ഇവരുടെ സമൃദ്ധി ഒരിക്കലും ഒഴുകിപ്പോകാത്ത നിലയിൽ, വല കീറാത്ത നിലയിൽ അവർക്കൊരു സമൃദ്ധിയെ കൊടുക്കുവാൻ കർത്താവിനോട് അപേക്ഷിക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ മാസം വലിയ അഭിവൃദ്ധികൾ അവർക്കുണ്ടാകട്ടെ. നന്മയും കരുണയും ഇവരുടെ ജീവിതത്തിൽ ഇവരെ പിന്തുടരട്ടെ. പാനപാത്രം നിറഞ്ഞ് കവിയട്ടെ. ഉല്ലാസവും ആഘോഷങ്ങളും ഈ വീടുകളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീസസ് എവരിഡേ നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. നിങ്ങളുടെ ഉയർച്ചയുടെ കർത്താവ് നിങ്ങൾക്ക് തന്ന, എനിക്ക് തന്ന ഒരു അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈ മീറ്റിങ്ങുകൾ തുടർമാനമായി കൊണ്ടുപോകാൻ, ഈ മാസവും കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും കൈത്താങ്ങലും ആവശ്യമാണ്. ഞങ്ങളെ കൈത്താങ്ങൽ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക, അറിയിക്കുക. ഇവിടെ കാണിക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിൽ അതിൽ കൊടുത്തിട്ടിരിക്കുന്നത് പോലെ തന്നെ അതിലേക്ക് നിങ്ങളുടെ സാമ്പത്തികമായ കൈത്താങ്ങലുകളെ അയച്ചു തരാൻ കഴിയും. എല്ലാ നിലയിലും നിങ്ങളുടെ കൈത്താങ്ങൽ കൊണ്ട് തന്നെയാണ് ഈ മിനിസ്ട്രി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ദൈവരാജ്യം പണിയാം. ഈ ഏപ്രിൽ മാസം എല്ലാവിധ അഭിവൃദ്ധിയും നിങ്ങൾക്കുണ്ടാകട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.